ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. സീസൺ 7 ടൈറ്റിൽ വിന്നർ ആരാണെന്ന് നമുക്ക് അല്പനേരം കൂടി കാത്തിരുന്ന ഒരുപക്ഷെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ അവസാന നിമിഷത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രിയിൽ വോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള അവസാന മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകളൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അവസാന ലാപ്പിലോട്ട് ഓടിയെത്തിയിട്ടുണ്ടായത് 7 പേരാണ്. അതിൽ മിഡ് വീക്ക് എവിക്ഷൻ വഴി ആതിര പുറത്തായി. അതിനുശേഷം ഹൗസിലെ പഴയ കണ്ടസ്റ്റൻ്റ് എല്ലാം തന്നെ ബിഗ് ബോസിനകത്ത് കയറി വളരെ രസകരമായിട്ട് മാറിക്കൊണ്ടിരുന്ന ബിഗ് ബോസിനെ അടിമുടി മാറ്റിമറിക്കാൻ അവർക്ക് സാധിച്ചു. അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് വലിയൊരു വോട്ടിംഗ് തരംഗം സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂട്ടാക്രമണം കൊണ്ട് അനീഷിന് കിട്ടിയ വോട്ട് പോലെ ഇപ്പോൾ അനുമോൾ കോട്ട് കയറുന്ന ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് മിഡ് വീക്ക് എവിക്ഷനിലൂടെ നൂറേൻ പുറത്തായിട്ടുണ്ട്. എങ്കിലും വോട്ടിംഗ് ഇപ്പോഴും നൂറേനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിലെ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത്. അനുമോൾക്കെതിരെയുള്ള കൂട്ടാക്രമണം കൊണ്ട് അനുമോൾ വോട്ടുകൾ വലിയ രീതിയിൽ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അനുമോൾ വോട്ട് 4 ലക്ഷത്തിലോട്ട് കിടക്കുകയാണ്. 3,82,105 വോട്ടുകളുമായിട്ട് അനുമോൾ 1ാം സ്ഥാനത്തേക്കുമ്പോൾ 2ാം സ്ഥാനത്ത് അനീഷേട്ടനും തളരാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അനീഷേട്ടൻ്റെ വോട്ട് കൂടുന്നുണ്ടെങ്കിലും അനുമോളെ തകർക്കാൻ അനീഷേട്ടന് ഒരുപക്ഷെ സാധിക്കാനായിരിക്കും. 3,59,496 വോട്ടുമായിട്ട് 2ാം സ്ഥാനത്ത് അനീഷേട്ടൻ നിൽക്കുമ്പോൾ 3ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷാനവാസിക്ക് തന്നെയാണ്. 2,41,056 വോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്ക് സാധിച്ചിട്ടുണ്ട്. ടോപ്പ് 3 കണ്ടസ്റ്റൻ്റായിട്ട് ഒരുപക്ഷെ ഷാനവാസിക്ക മാറും നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും വോട്ടിംഗ് അടിമുടി മാറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. നെവിനെ കട്ടിമറി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണിക്കൂറിൽ. നെവിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന 4ാം സ്ഥാനത്താണ്. 2,37,927 വോട്ടുമായിട്ട് നേരിയ ഡിഫറൻസിലാണ് ഷാനവാസും നെവിൻ തുടങ്ങിയവർ നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരു മണിക്കൂർ ഇവരുടെ വോട്ടിംഗ് മാറി മറിഞ്ഞേക്കാം. 5ാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് കേട്ടോ. 2,26,108 വോട്ടുകൾ സ്വന്തമാക്കി അക്ബർ 5ാം സ്ഥാനത്ത് ടോപ്പ് 5 എത്താനുള്ള സാധ്യതകളെല്ലാം തന്നെ കാണുന്നുണ്ട്. എങ്കിലും പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എവിക്റ്റ് ആകാനും സാധ്യതയുള്ളപ്പോൾ 6ാം സ്ഥാനത്ത് നൂറയാണ് നിൽക്കുന്നത്. ഇവരുടെ പ്രവർത്തികൾ ഇവർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായിട്ട് മാറി. ഒരുപക്ഷെ ടോപ്പ് 5 എത്തേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അവസാന ആഴ്ച കൊണ്ട് കളയുന്നൊരു കാഴ്ചയാണ് നൂറ കാണിച്ചത്. അങ്ങനെ യഥാർത്ഥ കട്ടപ്പുകളെ തിരിച്ചറിഞ്ഞാണ് ഇവർക്ക് വോട്ടിംഗ് വലിയ ഇടിവുണ്ടാക്കിയത്. അതേസമയം ഈ വോട്ടുകളെല്ലാം തന്നെ അനുമോളിലോട്ട് തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു. അതാണ് അനുമോളുടെ വോട്ട് കുതിച്ചേർന്നതും അനീഷേട്ടനെ 2ാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയതും. എന്തൊക്കെയാണെങ്കിലും കുതന്ത്രങ്ങളെല്ലാം തന്നെ പൊളിയുമ്പോൾ അർഹിച്ചവർക്ക് തന്നെ സീസൺ 7 വിന്നർ കപ്പ് നേടാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ സീസൺ 7 ടൈറ്റിൽ വിന്നറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആരായിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അവിടെ തന്നെ വോട്ടിംഗ് ഇനി അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.